വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറുത്ത ഹൽവയുടെ റെസിപ്പിയായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു ഹൽവ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എണ്ണയും നെയ്യൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഹെൽത്തി ആണെന്ന് വെച്ച് ടേസ്റ്റിലൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നല്ല കിഡിലും ടേസ്റ്റുള്ള സാധനമാണ്. ഇതിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഹൽവ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഡബിൾ ഹോസിൻ്റെ പാക്കറ്റ് വാങ്ങിയതാണ്. നിങ്ങൾക്ക് റേഷൻ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഈ ഒരു ഹൽവ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ 250 ml കപ്പിൽ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ മെഷർ ചെയ്തെടുത്താലും മതി. അപ്പം ഇതിപ്പോൾ കുറച്ചൊരു ബ്രൗൺ കളറുള്ള നുറുക്ക് ഗോതമ്പാണ്. ഇത് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് ഇത് കുതിരാൻ വെക്കണം. നന്നായിട്ട് കഴുകിയിട്ട് ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തിടണം. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പൊക്കെ നല്ല സോഫ്റ്റായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം അങ്ങ് കളഞ്ഞേക്കാം. ഇങ്ങനെ വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഞാൻ മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരയ്ക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് കുതിർത്ത ആ വെള്ളം ഉപയോഗിക്കാം. ഞാനിപ്പം വേറെ തന്നെ ഫ്രഷായിട്ട് വെള്ളം ഒഴിച്ചതാണ്. ഇത് ഒരു തരിയും ഇല്ലാതെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. കണ്ടോ, ഇതുപോലെ ഒരു തരിയും ഇല്ലാതെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അപ്പം വളരെ നേരിയ കണ്ണിയുള്ള അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നേരിയ തുണിയായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സാധാരണ ചായ അരിക്കുന്ന ആ അരിപ്പിലൂടെ അരിച്ചെടുത്താലും മതി. അപ്പം നല്ല ഫൈനായിട്ട് അരിച്ചത് കൊണ്ട് നമുക്ക് അധികം വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. തീരെ ഇതിൽ തരിയൊന്നും ഉണ്ടാവരുത്. നമുക്കിതിൽ നിന്നുള്ള ആ ഒരു കട്ടിയുള്ള പാലാണ് വേണ്ടത്. ഇപ്പം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വരുന്ന വേസ്റ്റ് നമുക്ക് അലുവ ഉണ്ടാക്കാൻ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് ചപ്പാത്തീൻ്റെ മാവിലൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നുറുക്ക് ഗോതമ്പിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ 4 വലിയ അച്ച് ശർക്കര, അതായത് 400 ഗ്രാം ഇരുണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര ഡാർക്കായിട്ടുള്ള ശർക്കര എടുക്കുന്നോ അത്രയും ഡാർക്കായിട്ടുള്ള ഹലുവ കിട്ടും. ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം. നല്ല ഇരുണ്ട ശർക്കര തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഹലുവയും നല്ല കറുത്തിട്ടിരിക്കും. നമ്മളിതിൽ വേറെ കളറൊന്നും ചേർക്കുന്നില്ല. ഞാനൊരു കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ വായ്വട്ടമുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അടി കട്ടിയുള്ള ഏത് പാത്രവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വായ്വട്ടമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹൽവ റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പിൻ്റെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. പശുവിൻ പാൽ ചേർക്കാതെ തേങ്ങാപ്പാൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് ശർക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം പശുവിൻ പാലാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തേങ്ങയുടെ 1-ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള പാലാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടെ ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ ഞാനൊരു അരിപ്പയിലൂടെയാണ് ശർക്കര പാനി അരിച്ചിട്ട് ഒഴിച്ചിട്ടുള്ളത്. എന്തെങ്കിലും തരികളോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ അരിപ്പയിൽ നമുക്കത് ക്ലീനായി കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ടാണ് ഇളക്കുന്നത്. കാരണം ആദ്യം തന്നെ ചൂട് വരുന്ന സമയത്ത് ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വയർ വിസ്ക് ഉപയോഗിക്കാം. അപ്പോൾ തീരെ കട്ട പിടിക്കില്ല. ആദ്യത്തെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇതൊന്ന് തിക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് കൈയെടുക്കാതെ ഇതുപോലെ സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിക്കാവുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട പിടിക്കില്ല. ആദ്യത്തെ ആ ഒരു 5 മിനിറ്റ് മാത്രമേ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. ഒരുപാടൊന്നും വെക്കേണ്ട. ഒരു ലോ ടു മീഡിയം ആയിട്ട് ഫ്ലെയിം വയ്ക്കുക. പിന്നെ ഇത് കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കളറും ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും.
ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യാണ് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു നേരം ചേർക്കുക. മൊത്തം ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ കൂട്ടിലേക്ക് ആ നെയ്യ് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മൊത്തം 6 ടേബിൾ സ്പൂൺ നെയ്യാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നെയ്യ് ചേർത്ത് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം, കൂട്ടിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കൂട്ട് ഒന്നും കൂടെ തിക്കും ആവും, അതേപോലെ തന്നെ കുറച്ച് സ്ട്രെച്ചി ആയിട്ട് വരും. അപ്പോൾ ഇനി ആ നെയ്യിൽ കിടന്നിട്ടാണ് നമ്മുടെ അലുവൻ്റെ കൂട്ട് വേവുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഹലുവ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നെയ്യും പിന്നെ ഓയിലും ഒക്കെ ചേർത്തിട്ടാണ് ഹലുവ ഉണ്ടാക്കുക. പക്ഷേ ഈ ഒരു ഹലുവയിൽ നമ്മൾ ഒരുപാട് നെയ്യൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും ഉണ്ടാവും. ഇതിങ്ങനെ കുറച്ച് നേരം കൂടെ ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി ഇത് കുറച്ച് ഇങ്ങനെ കോരി കഴിക്കുന്ന പാകത്തിലായിട്ട് വരും. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ നിങ്ങൾ ഹലുവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഇത് കോരി കഴിക്കുന്ന പാകത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യുക. അങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് മൊരിഞ്ഞതുപോലെ വരും. നമ്മുടെ ഹലുവയുടെ കൂട്ട് ഇങ്ങനെ മൊരിഞ്ഞതുപോലെ വരും നെയ്യിൽ കിടന്നിട്ട്. ഈ ഒരു പാകമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. അതുപോലെ 2 നുള്ളു ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ കൂട്ടിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നെയ്യ് വേറിട്ട് വരുമെന്നില്ല, കാരണം നമ്മൾ ഒരുപാട് നെയ്യ് ഇതിൽ ഒഴിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പുറമേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറുതായിട്ട് നെയ്യിൻ്റെ അംശമൊക്കെ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. ഈ ഹലുവ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 8/4 ഇഞ്ചിൻ്റെ ഒരു ബ്രെഡിൻ്റെ ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ സെറ്റ് ചെയ്യാം, റൗണ്ടിലോ സ്ക്വയറിലോ ഏതിൽ വേണമെങ്കിൽ ചെയ്യാം. ഗ്ലാസ് പാത്രത്തിലോ സ്റ്റീൽ പ്ലേറ്റിലോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ലോഫ് പാനിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂടോടെ നമ്മുടെ ഹലുവയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ലെവലാക്കിയിട്ട് എടുക്കണം. സ്പാച്ചുല തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പരന്ന കോരി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഇത് ലെവൽ ചെയ്യാവുന്നതാണ്. പാത്രം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെടുത്ത മോൾഡിൻ്റെ അതേ ഷേപ്പിലുള്ള പാത്രം ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ഹലുവ ലെവലായിട്ട് കിട്ടും. ഇനി ഈ ഹൽവ നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കണം. ഇത് ചൂട് തണയുന്ന വരെ വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഡിമോൾഡ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചൂടൊന്നുമില്ല. ഈ ഒരു സമയത്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് മറിച്ചിടാം. ഒരുപാട് സമയമൊന്നും നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നുള്ളൂ. അപ്പോൾ ഡീമോൾഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അധികം നെയ്യോ എണ്ണയോ ഒന്നുമില്ല. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ടെക്സ്ചർ മനസ്സിലാവും. മോൾഡിൽ നിന്ന് വിട്ട് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ കത്തി ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി. ഈ ഹലുവ ഞാൻ വെയിറ്റ് നോക്കിയ സമയത്ത് 650 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു മൊരിഞ്ഞ വരുന്ന പാത്രത്തിൽ തന്നെ നിങ്ങൾ മോൾഡിലേക്ക് ഇടണം. ഒരുപാട് നേരം പറഞ്ഞ സമയത്തിലും കൂടുതൽ നേരം ഇത് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഹാർഡായി പോവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.